guys, assalamualaikum. Welcome back to my YouTube channel Chippu's Vlog and it's me Chippu here. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു മേക്കപ്പ് ലുക്കാണ്, നോ ഫൗണ്ടേഷൻ ലുക്കാണ്. നമ്മളൊരു കാഷ്വലായിട്ട് പുറത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ ജസ്റ്റ് ഔട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ വെയർ ചെയ്യാൻ പറ്റിയ ഒരു ഗ്ലോയി ഡ്യൂയി മേക്കപ്പാണ് ഞാൻ ചെയ്യുന്ന രീതിയിൽ ഞാൻ കാണിച്ചു തരാൻ പോവാണ്. അപ്പോൾ വെൽക്കം ടു ദ വീഡിയോ. ഞാൻ ഒരു എന്താ പറയുക ഒരു പുതിയ ലിപ്സ്റ്റിക്ക് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും കൂടി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ആദ്യം ചെയ്യണം, മുഖം കഴുകണം, പ്രിപ്പ് ചെയ്യണം. അതൊക്കെ സ്ഥിരം പറയുന്നതാണ്, അതൊക്കെ ചെയ്യാം. ഞാൻ ചെയ്തിട്ടില്ല, ടൈമില്ലാത്തതുകൊണ്ട്. ഇപ്പോൾ ചിലപ്പോൾ ലേറ്റ് പോകും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ടോണർ യൂസ് ചെയ്യാം. എനിക്കിഷ്ടപ്പെട്ട ടോണറാണ് നമ്മൾ പ്ലമ്മിൻ്റെ ടോണർ. ഞാൻ ഓൾറെഡി ഒരു ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്. ഞാൻ അപ്പോൾ കടയിൽ പോയി വന്നതേ ഉള്ളൂ. അപ്പോൾ അവിടുന്ന് സൗണ്ട് ഉണ്ടല്ലേ, ഓക്കെ. ഞാൻ അവിടുന്ന് വാങ്ങിച്ച ഒരു മൈക്ക് സെറ്റാക്കണം. ഓക്കെ, ടോണർ ഇട്ടതിന് ശേഷം ഇടാൻ പോകുന്ന മോയ്സ്ചറൈസർ നല്ലത് ഡോട്ട് ആൻഡ് കീയുടെ മോയ്സ്ചറൈസറാണ്. സംഭവം സെറാണ്, ഫേസ് സെറാണ്, പക്ഷേ ഞാൻ മോയ്സ്ചറൈസർ ആയിട്ടാണ് ഇടുന്നത്. ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട് ഗൈസ്? ഇത് വന്നിട്ട് നമ്മൾ ആമസോണിൽ നിന്ന് ഞാൻ മേടിച്ചൊരു കോട്ട് സെറ്റാണ്. ഭയങ്കര കാഷ്വലായിട്ട് ഇടാൻ പറ്റിയ ഒരു കോട്ട് സെറ്റാണ്. ബ്രൗൺ, നല്ല കളറാട്ടോ അതിൻ്റെ, ബ്രൗൺ ഷെയ്ഡ്. ഓക്കെ, അടുത്ത് ഞാൻ എപ്പോൾ ഇവിടെ പോകുമ്പോഴും ഞാൻ യൂസ് ചെയ്യുന്ന മെയിൻ സാധനമാണ് ഈ മോയ്സ്ചറൈസറും സൺസ്ക്രീനും. അത് സ്കിപ്പ് ചെയ്യാറേ ഇല്ല. ഫസ്റ്റ് അതെന്തായാലും ഇടണം. അപ്പോൾ ഞാൻ സൺസ്ക്രീൻ ഇടുന്നില്ല, കാരണം ഞാൻ ഡോട്ട് ആൻഡ് കീയുടെ സൺസ്ക്രീനും തേക്കാം. എന്നോട് ചായയുടെ കടി പറഞ്ഞു. ഓക്കെ, സൺസ്ക്രീൻ തേക്കാം കേട്ടോ, ഞാൻ തേച്ചിട്ടില്ല. അടുത്ത ഞാൻ തേക്കാൻ പോകുന്ന പ്രൈമറാണ്, മാർസിൻ്റെ തന്നെ പ്രൈമർ. ഇത് നിത ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്ത പ്രൈമറാണ്. ഫസ്റ്റ് യൂസിൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, പിന്നത്തെ യൂസിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു നന്നായിട്ട്. പ്രൈമറിൻ്റെ മെയിൻ യൂസ് എന്ന് വെച്ചാൽ പോസ് കവർ ചെയ്യാം, ഒരു മാറ്റ് ഫിനിഷ് തരാം, പ്ലെയിൻ സർഫസ് ആക്കുക, അതൊക്കെയാണല്ലോ മെയിൻ. അത് പക്കായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതും കൂടാണ്ട് ഒരു നല്ലൊരു ഗ്ലോയി ബേസ് ഈ പ്രൈമർ തരുന്നുണ്ട്. ഒയ്യോ, തരുന്നുണ്ട്. ഇതെന്താണ്? ഓക്കെ, കണ്ടോ? ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് കൺസീലറാണ്. ഓഫ് കോഴ്സ് ഫൗണ്ടേഷൻ ഞാൻ തീരെ യൂസ് ചെയ്യാറില്ല. ഞാൻ കൺസീലർ, സ്വിസ് ബ്യൂട്ടിയുടെ കൺസീലറാണ് ഞാൻ ഇടുന്നത്. നമ്മൾ എപ്പോഴും പുറത്തുമ്പോഴൊന്നും ഇടാറില്ല, ബട്ട് ചിലപ്പോൾ എന്താ പറയുക, ഈ പിമ്പിൾ മാർക്സൊക്കെ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. എനിക്ക് ഈ പീരീഡ്സ് ടൈമിൽ എന്തായാലും പിമ്പിൾസ് വരും. ചെറുപ്പം തൊട്ടേ അങ്ങനെയാണ്. ചെറുപ്പം തൊട്ട് ഇങ്ങനെ ആയിരുന്നില്ല, കുറച്ചുകൂടി സിവിയർ ആയിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വരാറ്. ഞാൻ കെയർ ചെയ്തിട്ടില്ലെങ്കിൽ അതിൽക്കും കൂടുതലായിരിക്കും വരിക. ഞാൻ ഐയുടെ അവിടെയാണ് ഫോക്കസ് ചെയ്തിട്ട് ഞാൻ ഇടുന്നത് കേട്ടോ. ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. സ്റ്റിൽ നിങ്ങൾ ഇത് വാച്ച് ചെയ്യുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. ഓക്കെ, ഐ എം സോ ഹാപ്പി ദാറ്റ് ഇപ്പോൾ ഞാൻ ഇന്ന് നോക്കുമ്പോൾ 1150 പേര് സബ്സ്ക്രൈബ് ആയിരിക്കുന്നത്. അത് ഓർഗാനിക് സബ്സ്ക്രൈബേഴ്സാണ് എൻ്റെ. ഞാൻ വളരെയധികം എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ആസ് എൻ സ്റ്റാർട്ടർ, ബിഗിനർ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഈ ഇത്രയും സബ്സ്ക്രൈബേഴ്സിന് കിട്ടിയതിന് വലിയ കാര്യം. ആൻഡ് വേറെ സന്തോഷം വെച്ചാൽ ചെറിയ കുട്ടികളാണ് എൻ്റെ വീഡിയോ കാണുന്നതൊക്കെ തോന്നുന്നത്. കുറേ പേരുണ്ട് പറയാറുണ്ട്, മോള് കാണാറുണ്ട്, അല്ലെങ്കിൽ കുട്ടി കാണാറുണ്ട്, കുട്ടികൾക്ക് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ എനിക്ക് ചെറിയ കുട്ടികളാണ് എൻ്റെ വീഡിയോ കാണുന്നത് എന്ന് തോന്നും. ഇന്ന് ഞാൻ ഷോപ്പിൽ പോയപ്പോൾ ചേച്ചി പറഞ്ഞു, മോളിന് നല്ല ഇഷ്ടമാണ് വീഡിയോസ് കാണാൻ. ഹായ്, കൊള്ളാലോ. ഓക്കെ, അപ്പോൾ കൺസീലർ നൈസായിട്ട് ഇട്ടിട്ടുള്ളൂ കേട്ടോ. യൂസ് ചെയ്യാത്തൊരു സാധനമായിരുന്നു ഈ ഐ ഷാഡോ എന്ന് പറഞ്ഞ സാധനം. പക്ഷേ ഈ മാർസിൻ്റെ ഞാൻ വാങ്ങിച്ചതിന് ശേഷം ഇത് നല്ല ന്യൂഡ് ഷെയ്ഡ്സ് തന്നെ തടഞ്ഞ് ഇട്ടിട്ടുണ്ടാവും, മാറ്റ് ഫിനിഷും തരും, പക്ഷെ ഭയങ്കരമായിട്ട് ഓവറായിട്ട് തോന്നിക്കാറില്ല. അപ്പോൾ ഇതിൽ ഇന്ന് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ഏതാ, നമുക്കൊരു ഈ കളർ എടുത്ത് നോക്കാം. ഉയ്യോ, കൈ വരുത്തി വെച്ച പോലെ കുറച്ച് ലൈറ്റിലേക്ക് പോവാം. ഈ ഷെയ്ഡ് പോവാം. ഓക്കെ, ഫൈൻ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.
കുറച്ച് നമുക്ക് ഈ ഐലിഡിൻ്റെ അവിടെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഒരു ബ്രൗൺ ഡ്രസ്സ് ആയതുകൊണ്ട് തന്നെ അതാണ് അങ്ങനത്തെ ഒരു ഇതിലേക്ക് പോയത്. ഓക്കെ, അടുത്ത ഞാൻ യൂസ് ചെയ്യാൻ പോകുന്ന 2 സാധനങ്ങളാണ്. ഇത് രണ്ടും ഒരേപോലത്തെ പാക്കിങ്ങുള്ള ലാക്മിയുടെ തന്നെ എന്താ പറയുക, ഒന്ന് ഹൈലൈറ്റർ പ്ലസ് മോയ്സ്ചറൈസറും അതുപോലെ തന്നെ CC ക്രീമും. ഒബ്വിയസ്ലി നമ്മൾ ഇതിൽ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാത്തതുകൊണ്ട് CC ക്രീം ഞാൻ 10th തൊട്ടേ ഞാൻ CC ക്രീം യൂസ് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. കാരണം കവറേജും തരും, ഒരു ലൈറ്റ് ഫിനിഷാണ് സംഭവം, ഓവർ പുട്ടിയിട്ട പോലെ ഫീൽ ചെയ്യില്ല. അപ്പോൾ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാത്തവർക്ക് എപ്പോഴും ഉള്ള ഒരു ഗുഡ് ചോയ്സാണ് CC ക്രീം എന്ന സാധനം. ഓക്കെ, നല്ല ക്ലൈമറ്റ് അല്ലേ, എനിക്കും നല്ല ഇഷ്ടമാണ്. ആദ്യം യൂസ് ചെയ്യാം. ആദ്യം നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പം ഞാൻ അത് യൂസ് ചെയ്യുന്ന മറന്നുപോയി. എന്താ ആദ്യം CC ക്രീം ആട്ടോ യൂസ് ചെയ്യുന്നത്. നമ്മൾ കൺസീലർ കുറച്ച് ഡാർക്കായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ കൺസീലർ ഡാർക്ക് ഞാൻ പിന്നെയാണ് മനസ്സിലായത് കുറച്ച് ലൈറ്റ് ഷെയ്ഡ് മേടിക്കുന്നതായിരിക്കും കൺസീലർ നല്ലത് ഈ ഫൗണ്ടേഷൻ ഇടാത്ത ആൾക്കാർ. അപ്പോൾ ഇത് CC ക്രീം കുറച്ച് ലൈറ്റ് ആയത് നന്നായി. സോ ദാറ്റ് നന്നായിട്ട് ബ്ലെൻഡ്, നല്ല നല്ല രസത്തിൽ ബ്ലെൻഡോ ഞാൻ കാണിച്ചു തരാം. ഈ CC ക്രീം ഈ മണം കേട്ടാൽ തന്നെ 10ാം ക്ലാസ് ഓർമ്മ. സെയിം ആണ്, സെയിം സാധനം തന്നെ. 9to5 ലാക്മിയുടെ തന്നെ ഞാൻ അന്നും യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഡോണ്ട് ഫീൽ ലൈക്ക് അയ്യോ കുട്ടി ഇല്ല കേട്ടോ, നമുക്ക് കാണിച്ചു തരാം, ബ്ലെൻഡ് ചെയ്ത് കാണിച്ചു തരാം. ഒരു അടിപൊളി ഫിനിഷിങ് കിട്ടും നമുക്ക്. എനിക്ക് എന്തിനാ ഫൗണ്ടേഷനൊക്കെ, അതാണ് ആദ്യം ഞാൻ ഫൗണ്ടേഷൻ ഇട്ടാറുണ്ടായില്ല, ഞാൻ മേടിച്ച ഫൗണ്ടേഷൻ അങ്ങനെ ഇരിക്കുന്നുണ്ട്. See that? അതുകൊണ്ടല്ലോ ചെറിയ ട്യൂബെന്ന് വിചാരിച്ച് നിങ്ങൾ ഇതാക്കരുത്. ഇത് കുറേ കാലം എൻ്റെ കയ്യിൽ, കുറച്ച് മതി, നമ്മൾ കുറച്ച് ടിപ്പ് ചെയ്താൽ മതി. അപ്പോൾ തന്നെ നമുക്ക് നല്ല ഭംഗിയുള്ള ഒരു ഫിനിഷിങ് കിട്ടും. ദിസ് ഇസ് ടു ഗുഡ് ഗൈസ്, ഇത് ഫേവറേറ്റ് ആണ്. അടുത്ത ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ലാക്മിയുടെ തന്നെ ഹൈലൈറ്റർ പ്ലസ് മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യാം. നല്ല കാറ്റുണ്ട് പുറത്ത്. ചിലർ ഹൈലൈറ്റിംഗ് പോർഷൻസിൽ മാത്രം യൂസ് ചെയ്യും, പക്ഷേ എനിക്കൊരു ഗ്ലോയി ഫിനിഷാണ് ഫുള്ളി കിട്ടേണ്ടത്. സോ ഞാൻ എല്ലായിടത്തും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഞാൻ യൂസ് ചെയ്യാൻ പോകുന്ന ബ്രൗൺ ഐബ്രോസ് ആണ്. റീസെൻ്റ്ലി എൻ്റെ ഫേവറേറ്റ് ആണ് മേക്കപ്പിൽ ഈ ഐബ്രോസ് ഫിൽ ചെയ്യുന്ന കാര്യം. കാരണം ഞാനിപ്പോൾ അടുത്താണ് അറിഞ്ഞത് എന്ത് ഈ തിക്ക് ഐബ്രോസ് ഉണ്ടെങ്കിൽ നമ്മുടെ ഏജ് കുറച്ച് കമ്മിയായിട്ട് ഫീൽ ചെയ്യുന്നു. സംഭവം ഇൻട്രസ്റ്റിംഗ് ഫാക്ടറായിട്ട് കാണുന്നത് ചില പണ്ടത്തെ ആക്ട്രസസൊക്കെ കണ്ടിട്ടില്ലേ, ഭയങ്കര തിന്നായിട്ടുള്ള ഐബ്രോസ് ആയിരിക്കും അവർക്ക് ഉണ്ടാവുക. ബട്ട് ഇപ്പം എല്ലാവരും മൈക്രോ നീഡ്ലിങ് സംതിങ് ലൈക്ക് പിഗ് ബെൻഡഡ് ആക്കിയിട്ട് വെക്കില്ലേ. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് എല്ലാവരും കറുപ്പ് കൂട്ടുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഐബ്രോസ് തിക്കാവും തോറും നമ്മുടെ ഏജ് കുറച്ചൊരു യങ് ഫീൽ നമുക്ക് കിട്ടും. അതെനിക്കും തോന്നി. അതുകൊണ്ട് ഞാനിപ്പോൾ മിക്കപ്പോഴും ഐബ്രോസ് ഫിൽ ചെയ്തിട്ടാണ് മേക്കപ്പ് ലുക്ക് കംപ്ലീറ്റ് ചെയ്യാറ്. അതിന് പറ്റിയൊരു സാധനമായിട്ട് ഈ സിമ്പിൾ പെൻസിൽ ആൻഡ് വിത്ത് ദാറ്റ് ഇതിന് ബ്രഷുണ്ട്. അപ്പോൾ അത് വെച്ച് നമുക്കൊന്ന് സ്കൂപ്പ് ബ്രഷ് വെച്ചിട്ടൊന്ന് സെറ്റാക്കി കൊടുത്താൽ മതി. ഞാൻ ഇതുവരെ ത്രെഡ് ചെയ്തിട്ടുള്ള എൻ്റെ ശേഷം ആ ഗ്യാപ്പിൽ ഞാൻ അതൊക്കെ ഡിലീറ്റ് ചെയ്യുന്നത്. ആ ഗ്യാപ്പിൽ ഞാൻ ഐലൈനർ മേലെ വരച്ചിട്ടുണ്ട്. ഞാൻ മസ്കാര ഇട്ടിട്ടുണ്ട്. കണ്ടോ, ഇന്നെന്തോ കുറച്ച് വൃത്തിയുണ്ട് വരച്ചത്. നൈക്കയുടെ തന്നെ ഒരു കോമ്പാക്റ്റ് ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല, ബട്ട് ടച്ച് ചെയ്ത് ഞാൻ കോമ്പാക്റ്റഡിൽ നിർത്തിയതായിരുന്നു. വേറെ ഒന്നും കൊണ്ടല്ല എന്താ പറയുക, ഭയങ്കര ഗ്രേഷ് ഫീലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ കോമ്പാക്ട് പൗഡേഴ്സൊക്കെ എടുക്കുമ്പോൾ ലൈറ്റ് കളറ് എടുക്കാൻ നോക്കാം. ഓക്കെ, കുട്ടി അൺബോക്സിങ് ആണ് നമ്മുടെ ലിപ്സ്റ്റിക്കിൻ്റെ. ഞാനിപ്പോൾ പോയിട്ട് വാങ്ങിച്ച് തന്നെയാണ്.
റെനിയുടെ തന്നെ ലിപ്സ്റ്റിക്കാണ്, ക്രേവിങ് ഫോർ കോഫി. വേറെ കുറേ ലിപ്സ്റ്റിക്സ് ഉണ്ടായിരുന്നു. അതിൽ ഡ്രിപ്പ് എന്നിട്ടുള്ളൊരു ഷെയ്ഡ് ഉണ്ടായിരുന്നേ. അതൊരു ഗ്ലോസി, ഡ്രിപ്പിൻ്റെ ഒരു ഭയങ്കര ഗ്ലോസി ആയിട്ടുള്ള ഫീൽ ചെയ്യുന്ന അത് അവിടെ സ്റ്റോക്ക് ഉണ്ടാവില്ല. അത് അടിപൊളിയായിട്ടുണ്ട്. ഒരു ടിൻറ്റ് ഗ്ലോസ്സാണ്, പക്ഷേ ഒരു ടിൻറ്റ് ഫീൽ ചെയ്യും. ഗ്ലോസിനെസ് പോയാലും ആ ഒരു ടിൻറ്റ് അവിടെ ഉണ്ടാവും. അപ്പോൾ നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 599 ആണ്. അത് വാങ്ങിയില്ലേ? യൂസ് ചെയ്ത് കാണിച്ചു തരാം. ഞാൻ ഇതൊന്ന് ഇട്ടിട്ട് മായ്ച്ചിട്ട് വേറെ ഒന്ന് ട്രൈ ചെയ്യാനും ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു, കാരണം തീരെ പോവില്ല. ഒരു ലിപ്പ് ലൈനറും കൂടി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ലിപ്പ് ലൈനർ ഇട്ടപ്പോൾ ഒന്ന് ഈ ഓറഞ്ചിഷ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഒരു നൈസ് ഷെയ്ഡ് വരും. ലെറ്റ്സ് സീ. ഓക്കെ, അപ്പോൾ ഫൈനൽ ലുക്ക് കഴിഞ്ഞിട്ടുണ്ട്. സിമ്പിളാണ്, ഒന്നും ഓവർ പുട്ടിട്ടെന്ന് വിചാരിക്കില്ല. ഭയങ്കര മാറ്റ് ഫിനിഷ് കവറിങ് ഒക്കെ തരുന്നതാണ്. പിമ്പിൾസ് ഇഗ്നോർ ചെയ്യുക. പിമ്പിൾസ് ഉണ്ട് എനിക്ക്, അത് എനിക്ക് ചെത്തി കളയൊന്നും പറ്റില്ല. ബട്ട് ആഫ്റ്റർ ഓൾ നല്ല രസമുള്ള ലുക്കാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ലിപ്സ്റ്റിക്ക് ബേസിക് ഔട്ടിംഗ് ഒക്കെ പോകുമ്പോൾ ഇടാൻ പറ്റിയ ഒരു മേക്കപ്പാണിത്. ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ. എൻജോയ് അല്ല, ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള വീഡിയോയിലൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ക്ലീഷായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും, പക്ഷേ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവർക്കും